പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായി യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കുവാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടിയും തന്നെ. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളിൽ ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ നമ്മളും ദൈവത്തിന് നന്ദി പറയുവാനായിട്ടും സ്തുതിക്കുവാനായിട്ടും അർഹതപ്പെട്ടിരിക്കുന്നു. യേശുവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം. എളിമയോടുകൂടി ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എളിമയോടുകൂടി ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ നിൽക്കാം. അപ്പോൾ ദൈവത്തിന് നമ്മളുടെ കരുണയുണ്ടാകും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.